നമസ്കാരം. MIMC യൂത്ത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വിശ്വാസ പടവുകൾ എന്ന പേരിൽ നടത്തിവരുന്നതായ ക്ലാസ്സിൻ്റെ വിശുദ്ധ കൂദാശകളെക്കുറിച്ചാണല്ലോ നാം ഇതുവരെ കണ്ടുവന്നിരുന്നത്. ഇന്ന് അതിൻ്റെ 9ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. 5ാമത്തെ കൂദാശയായ വിശുദ്ധ ഹൂസായ വിശുദ്ധ പാപമോചനം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് ക്ലാസ് പങ്കുവയ്ക്കുന്നത്. മനുഷ്യ പ്രകൃതം പാപപ്രവണതയുള്ളതും എളുപ്പത്തിൽ തെറ്റിലേക്ക് വഴുതി വീഴുന്നതുമാകുന്നു. ആത്മിക രോഗം ബാധിക്കാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാകുവാനായിട്ട് സാധ്യത ഇല്ല എന്ന സ്ഥിതിവിശേഷമാണ് മനുഷ്യത്വത്തിനുള്ളത്. ഇക്കാരണത്താലത്രേ സൗജന്യമായി സൗഖ്യം നൽകുന്നതായ അധികാരം പൗരോഹിത്യത്തിന് നൽകിയിരിക്കുന്നത് തന്നെ. മാനസാന്തര പ്രായശ്ചിത്തമാകുന്ന മാർഗത്തിൽ കൂടെ ഇവർക്ക് ആത്മീയ വൈദ്യന്മാർ പാപമോചനവും ആത്മസൗഖ്യവും നൽകുന്നു. പുരോഹിതൻ്റെ മുമ്പിൽ പാപങ്ങളെ ഏറ്റുപറയാം. എന്നാൽ പാപമോചനം ദൈവത്തിൽ നിന്നാണ് പ്രാപിക്കുക എന്നത്. ആയത് ലഭിച്ചതിന് ശേഷം മാത്രമേ വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് പാടുള്ളൂ. വിശുദ്ധ മാമോദീസായിലൂടെ എല്ലാ പാപങ്ങളും കഴുകപ്പെടുന്നു. ആദ്യ 3 നൂറ്റാണ്ടുകളിൽ മാമോദീസയ്ക്ക് ശേഷം പാപം ചെയ്യരുത് എന്ന് നിഷ്കർഷിച്ചിരുന്നതായും അതിൻ്റെ ഫലമായിട്ട് ബനൈക്യാമ ആൻഡ് ബനത്ക്യാമ, അതായത് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് കവനൻറ്റ്, ഉടമ്പടിയുടെ പുത്രന്മാർ എന്നിവരുടെ ജീവിതം സഭയിൽ വളർന്നതായും നമുക്ക് മനസ്സിലാക്കാം. ഈ ലോകത്തിൽ ജീവിക്കുന്നതായ മനുഷ്യൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായി അറിഞ്ഞോ അറിയാതെയോ പ്രവർത്തിച്ച് ദൈവത്തിൽ നിന്നും അവൻ്റെ രാജ്യത്വ അവകാശത്തിൽ നിന്നും മാറിപ്പോകുന്നിടത്താണ് വിശുദ്ധ പാപമോചനം അഥവാ വിശുദ്ധ ഹൂസായ എന്ന കൂദാശയുടെ ആവശ്യം ഉത്ഭവിക്കുന്നത് തന്നെ. പാപം ദൈവ താല്പര്യത്തിന് എതിരാണ്. പാപം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നു. ആദാം, ഹവ്വ എന്നിവർ അനുസരണക്കേടിനാൽ പാപികളായി തീർന്നെന്ന് നമുക്കറിയാം. പാപത്താൽ മരണം കടന്നു വന്നു. ആദാം പാപം ചെയ്ത് പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. തന്മൂലം മക്കൾ ജനിക്കുന്നത് പർദീസായിലല്ല, മറിച്ച് ലോകത്തിലാണ്. ലോകം സാത്താനോടാണ് അനുഭാവപ്പെട്ടിരിക്കുന്നത് തന്നെ. ഈ പാപം മാമോദീസായാൽ കഴുകപ്പെടുകയാണ്. ആദാമിലൂടെ നമുക്ക് കൈവന്നതായ പാപാവസ്ഥയുടെ പ്രത്യേകതകൾ 4 എണ്ണമാണ് എന്ന് സഭാപിതാക്കന്മാർ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് മനുഷ്യജാതി തെറ്റിലേക്ക് ചായ്വുള്ളതാണ്. രണ്ടാമതായിട്ട് മരണം കടന്നു വരികയാണ്. മൂന്നാമതായിട്ട് സാത്താനെ അടിമപ്പെടുകയോ അവൻ്റെ മുമ്പിൽ ബലഹീനനാവുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. നാലാമതായിട്ട് ദൈവ ഛായയെ തകർക്കുകയാണ്. ഇതിന് ഒരു മറുപടിയായിട്ടാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് പാപാവസ്ഥയിൽ കഴിഞ്ഞിരുന്നതായ മനുഷ്യരെ മരണത്തിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചത് തന്നെ. മനുഷ്യജാതിയുടെ പാപാവസ്ഥയെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഇപ്രകാരമാണ് പറയുന്നത് തന്നെ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ നാം വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 1 യോഹന്നാൻ്റെ 1:8 ഇപ്രകാരമാണ് പറയുന്നത്. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 23 നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. പൗലോസ് അപ്പോസ്തലൻ എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. മിശിഹായുടെ വചനവും സന്ദേശവും ദൈവമുമ്പാകെ അനുദപിച്ച് തിരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന പാപികൾക്ക് നൽകുന്നതായ നിത്യജീവനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സുവിശേഷത്തിലൂടെ കർത്താവ് പല ഉപമകളിലൂടെ അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമയിലൂടെ, ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ, മാനസാന്തരപ്പെട്ടതായ പാപിനിയായ സ്ത്രീയുടെ ഉപമയിലൂടെ എല്ലാം കർത്താവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്.
ഇതെല്ലാം നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുന്നതിൻ്റെയും അനുതാപത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളാണ്. തൻ്റെ പരിസര ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ കർത്താവായ ഈശനാഥൻ പാപജീവിതത്തിൽ നിന്നും നമ്മെ പരിശുദ്ധ ജീവിതത്തിലേക്ക് വിളിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17 ഇപ്രകാരമാണ് കാണുവാൻ സാധിക്കുക: സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. ഇതാണ് കർത്താവ് പ്രഘോഷിക്കുന്നത് തന്നെ. ഇത് തന്നെയായിരുന്നു യോഹന്നാൻ സ്നാപകനും തൻ്റെ പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ ജനതയെ അറിയിച്ചിരുന്നത് തന്നെ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. പാപമോചനത്തിന് ആവശ്യമായിട്ടുള്ളത് അനുതാപം, റിപ്പൻറ്റൻസ് ആണ്. നാം നമ്മുടെ പഴയ പ്രവൃത്തികളെ ഉപേക്ഷിക്കുകയും അവയിൽ നിന്ന് ദുഃഖിക്കുകയും ചെയ്യുക. അനുതാപം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അനുതാപത്തിൻ്റെ കണ്ണുനീർ കൊണ്ടും പാപത്തിന്മേലുള്ള ദുഃഖത്തിലൂടെയും അനുതപിക്കുന്നതായ പാപി തൻ്റെ തെറ്റുകളിൽ നിന്ന് കഴുകപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് അനുതാപത്തെ ആത്മീക മാമോദിസ എന്ന് എണ്ണപ്പെടുന്നു. അനുതാപത്തെ ആത്മീക മാമോദിസ എന്നാണ് എണ്ണപ്പെടുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് മാമോദിസയ്ക്ക് ശേഷമുള്ള മാമോദിസ എന്ന് മാർ ഐസക് വിശുദ്ധ ഹൂസായെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് തന്നെ. മാമോദിസയ്ക്ക് ശേഷമുള്ള മാമോദിസ എന്നാണ് മാർ ഐസക് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവത്താലുള്ള രണ്ടാമത്തെ ജനനമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഇത് കാരുണ്യത്തിൻ്റെ വാതിലാണ്. ഈ വാതിലിലൂടെ നമുക്ക് ദൈവകാരുണ്യത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, സ്നേഹത്തെയും കൃപയെയും കുറിച്ചുള്ള ബോധം ഒരു അനുതാപിക്കുണ്ടായിരിക്കേണ്ടതാണ്. അനുതാപത്തിൻ്റെ ഏറ്റവും വലിയ ഭാവം എന്നത് പാപത്തെ ഉപേക്ഷിച്ച് ജീവനിലേക്ക് കടക്കുക എന്നതാണ്. പൗരസ്ത്യ സഭയ്ക്ക് 2 തരത്തിലുള്ളതായ പാപങ്ങളുടെ ഏറ്റുപറച്ചിലുണ്ട്. ഒന്നാമതായിട്ട് ഓറൽ കൺഫെഷൻ, വായ് കൊണ്ട് ഏറ്റുപറയുക. രണ്ടാമതായിട്ട് ജനറൽ കൺഫെഷൻ, ദൈവമുമ്പാകെ സ്വകാര്യമായിട്ട് ഏറ്റുപറയുക. ഈശോ മിശിഹായുടെ നാമത്തിൽ പാപങ്ങളെ മോചിക്കുവാനായിട്ടുള്ളതായ ആത്മീക അധികാരം സഭ വിശുദ്ധ പൗരോഹിത്യത്തിലൂടെ പുരോഹിതനെ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. ദൈവത്തിൻ്റെ മക്കളായ നാം പരസ്പരം പാപങ്ങളെ ക്ഷമിക്കേണ്ട അവസ്ഥയെക്കുറിച്ച് കർത്താവിൻ്റെ പ്രാർത്ഥനയിലൂടെ കർത്താവായ ഈശോനാഥൻ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. മാർ ഈശോയാവ് കത്തോലിക്ക പാത്രീസാണ് ഇന്ന് കാണുന്ന രൂപത്തിലുള്ളതായ ഹൂസായ പ്രാർത്ഥനകൾ ക്രമപ്പെടുത്തിയത് തന്നെ. ഈ ക്രമം നടത്തുന്നത് വിശുദ്ധ കുർബാന മധ്യേ ശമാശൻ ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പിനെന്ന പ്രഖ്യാപനത്തെ തുടർന്നാണ്. ആദ്യകാലങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ തലേ ദിവസമാണ് വിശുദ്ധ ഹൂസായ ചെയ്തിരുന്നത് തന്നെ. മനഃപൂർവ്വം സത്യവിശ്വാസത്തെ ധിക്കരിച്ച് തെറ്റായ മതത്തെ സ്വീകരിച്ച വ്യക്തി തിരിച്ചു വരുമ്പോൾ ആ വ്യക്തിക്ക് ഹൂസായുടെ ഹൂതാമ ആശീർവാദം നൽകി വിശ്വകർണ കൊണ്ട് നെറ്റിയിൽ റൂഷ്മ ചെയ്യുന്നു. തള്ളവിരൽ കൊണ്ട് മുകളിൽ നിന്ന് താഴോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും വരച്ചുകൊണ്ട് പറയുകയാണ്: പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇതാ എന്നേക്കുമായി റൂഷ്മ ചെയ്യപ്പെടുകയും പുതുക്കപ്പെടുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ വ്യക്തിയെ റൂഷ്മ ചെയ്യുന്നത് തന്നെ. ഇതുപോലെ മറ്റ് അപ്പോസ്തോലിക സഭകളിൽ നിന്നും നമ്മുടെ സഭയിലേക്ക് വരുന്നവരെയും വിശ്വകർണ ഉപയോഗിച്ചുകൊണ്ട് റൂഷ്മ ചെയ്ത് പറയുന്നുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് മിശിഹായുടെ നേരായ വിശ്വാസത്തിൽ എന്നേക്കുമായി റൂഷ്മ ചെയ്യപ്പെടുകയും പുതുക്കപ്പെടുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് റൂഷ്മ ചെയ്യുന്നു. ഇനി ഒരുവൻ അറിവില്ലായ്മയാൽ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് വിശ്വാസത്തിലേക്ക് പോവുകയും തിരിച്ച് നമ്മുടെ സഭയിലേക്ക് തന്നെ വരികയും ചെയ്യുമ്പോൾ ആ വ്യക്തി മനഃപൂർവ്വമല്ല തെറ്റിപ്പോയതെങ്കിൽ ആ വ്യക്തിക്ക് വിശ്വകർണ ഉപയോഗിക്കേണ്ടതില്ല. തള്ളവിരലിന് പകരം ചൂണ്ടാണി വിരൽ കൊണ്ട് വെറുതെ നെറ്റിയിൽ റൂഷ്മ ചെയ്തുകൊണ്ട് പറയുന്നു: പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ വ്യക്തിയുടെ പേരുച്ചരിച്ചുകൊണ്ട് എന്നേക്കുമായി റൂഷ്മ ചെയ്യപ്പെടുകയും പുതുക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആമീൻ എന്നാണ് പറയുന്നത്. വിശുദ്ധ ഹൂസായയിലൂടെ പാപികളായ മനുഷ്യൻ 4 പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത് തന്നെ. ഒന്നാമത് ആഗ്രഹം. ഒരുവൻ്റെ ജീവിതത്തിൽ മാറ്റം വരണമെന്നുള്ളതായ അതിയായ ആഗ്രഹം.
രണ്ടാമതായിട്ട് ഏറ്റുപറച്ചിൽ. അനുതാപിക്ക് അവൻ്റെ പാപകരമായ ജീവിതത്തെക്കുറിച്ച് ശരിയായ ബോധവും ദൈവകൽപ്പനകളെ ലംഘിച്ചുവെന്ന് മനസ്സിലാക്കി ഹൃദയത്തിൽ പാപബോധവും ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് പരിഹാരം. തൻ്റെ തിന്മ പ്രവർത്തിയാൽ ദൈവവുമായുള്ള ബന്ധത്തിലും മനുഷ്യരുമായുള്ള ബന്ധത്തിലും എന്തെങ്കിലും തകരാറുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് കൊടുക്കേണ്ടതാണ്. നാലാമതായിട്ട് വിശ്വാസത്തിൻ്റെ ദൃഢത. ദൈവം താൻ വാഗ്ദത്തം ചെയ്തത് അവൻ ചെയ്യുമെന്ന ഒരു ഉറപ്പ്, ദൈവത്തിലുള്ളതായ വിശ്വാസത്തിൻ്റെ ദൃഢത ആവശ്യമാണ് ആ വിശ്വാസിക്ക്. എങ്കിൽ മാത്രമേ വിശുദ്ധ ഹൂസായിലൂടെ ലഭിച്ച കൃപ നമുക്ക് അനുസരിക്കുവാൻ അല്ലെങ്കിൽ അനുഭവിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ഇതോടുകൂടി അഞ്ചാമത്തെ കുദാശയായ വിശുദ്ധ ഹൂസായ വിശുദ്ധ പാപമോചനത്തിൻ്റെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച ആറാമത്തെ കുദാശയായ വിശുദ്ധ പൊളിപ്പ് അഥവാ വിശുദ്ധ മൽക്കിയാനെ കുറിച്ചായിരിക്കും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. നന്ദി, നമസ്കാരം.